Hello everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഫോക്കസ് ഏരിയയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 8 ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, 1 വേർഡുകളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in which kingdom holozoic mode of nutrition is seen? ഏത് കിണ്ടത്തിലാണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണുന്നത്? ഈ ഹോളോസോയിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കിങ്ഡം ആനിമേലിയയിലാണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം എ ഫംഗസ് ഫ്രം വിച്ച് ആൻ ആൻറ്റിബയോട്ടിക് ഈസ് എക്സ്ട്രാക്റ്റഡ്. ആൻറ്റിബയോട്ടിക്കുകൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗസാണ് പെൻസിലിയം. ഇതിൽ പെൻസിലിയം ഇതിൽ ഉണ്ടാക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് പെൻസിലിൻ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, നെയിം എ യൂണിസെല്ലുലാർ ഫംഗസ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗസ്, 1 സെല്ലുള്ള ഫംഗസ്. ഈസ്റ്റാണ് യൂണിസെല്ലുലാർ ഫംഗസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ബാക്ടീരിയോഫേജസ്. ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ദി ബാക്ടീരിയ. ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിനെയാണ് ഈ ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത്. ദി പ്ലാന്റ് ഡിസീസ് വീറ്റ് റസ്റ്റ് ഈസ് കോസ്ഡ് ബൈ ദി ഫംഗസ് നെയിംഡ്. പ്ലാന്റിലുള്ളൊരു ഡിസീസാണ് വീറ്റ് റസ്റ്റ്. ഈ വീറ്റ് റസ്റ്റ് കോസ് ചെയ്യുന്ന ഫംഗസിൻ്റെ പേര് പസീനിയ. പസീനിയ എന്ന് പറഞ്ഞ ഫംഗസാണ് വീറ്റ് റസ്റ്റ് ഡിസീസ് പ്ലാന്റ്സിൽ കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് വൺ, കിങ്ഡം ഓഫ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട് പ്രോട്ടിസ്റ്റയാണ്. അപ്പോൾ കിങ്ഡം ഓഫ് യൂണിസെല്ലുലാർ പ്രോകാരിയോട്ട് എന്താണ്? അപ്പോൾ പ്രോകാരിയോട്ട് മൊനീറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത്ത് വൺ, നെയിം എ ഫംഗസ് യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ആൻഡ് ബിയർ. ബ്രെഡിലും ബിയറിലൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗസാണ് ഈസ്റ്റ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻഫെക്ഷ്യസ് പാർട്ട് ഓഫ് വൈറസ് ഈസ്. വൈറസിൽ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഏത് പാർട്ടാണ്? ജനറ്റിക് മെറ്റീരിയലാണ് ഈ ഇൻഫെക്ഷൻ കോസ് ചെയ്യുക. ഇപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 9th വൺ, ലിസ്റ്റ് സം ഡിസീസസ് ഇൻ ഹ്യൂമൻസ് കോസ്ഡ് ബൈ വൈറസ്. വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസസ്, ഹ്യൂമൻസിൽ മനുഷ്യന്മാരിൽ വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസുകൾ ലിസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ആൻസർ, മംസ്, സ്മോൾ പോക്സ്, ഇൻഫ്ലുവൻസ, ഹെർബ്സ് ആൻഡ് എയ്ഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th വൺ, കമൻറ്റ് ഓൺ ദി എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫംഗി. ഫംഗിയിലെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ആൻസർ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ സ്പോർസ് കോൾഡ് കൊനീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്ക് ചെയ്യുന്നത് സ്പോർസുകൾ എന്നാണ്. ഇപ്പോൾ ഈ സ്പോർസിനെ പറയുന്നതാണ് കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ് ആൻഡ് സൂസ്പോർസ്. 11th വൺ, ദി നേച്ചർ ഓഫ് സെൽ വാൾ ഓഫ് സം കിങ്ഡംസ് ആർ ഗിവൺ ബിലോ. അസൈൻ ദം ടു ദെയർ റെസ്പെക്റ്റീവ് കിങ്ഡംസ്. ഇവിടെ കുറച്ച് സെൽ വാളിൻ്റെ നേച്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ റെസ്പെക്റ്റ് ആയിട്ടുള്ള കിങ്ഡംസ് സെലക്ട് ചെയ്യണം. അപ്പോൾ സെൽവാൾ വിത്ത് കൈറ്റിൻ, കൈറ്റിൻ കൊണ്ടുള്ള സെൽവാള്. സെൽവാൾ വിത്ത് സെല്ലുലോസ്, സെല്ലുലോസ് കൊണ്ടുള്ള സെൽവാള്. സെൽവാൾ ആബ്സെൻറ്റ്, സെൽവാൾ ഇല്ല. നോൺ സെല്ലുലോസിക് സെൽവാൾ വിത്ത് പോളിസാക്രൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. നോൺ സെല്ലുലോസ് ആയിട്ടുള്ള സെൽവാളും പോളിസാക്രൈഡ്സിൻ്റെയും അമിനോ ആസിഡ്സിൻ്റെയും കൂടിയിട്ടുള്ള ഒരു സെൽവാൾ. അപ്പോൾ 4 സെൽവാളാണ് നമ്മളിവിടെ പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. മൊനീറ. മൊനീറയാണ് നോൺ സെല്ലുലോസിക് സെൽവാൾ വിത്ത് പോളിസാക്രൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. കിണ്ടൻ മൊനീറയിൽ എന്താണ് നോൺ സെല്ലുലോസിക് ആണ്, സെല്ലുലോസിക് അല്ല. എന്തുകൊണ്ടുള്ളതാണ്? പോളിസാക്രൈഡ്സ് കൊണ്ടും അമിനോ ആസിഡ്സ് കൊണ്ടും കൂടിയുള്ള സെൽവാളാണ്. നെക്സ്റ്റ് ഫംഗയിലാണ് പറയുന്നത് സെൽവാൾ വിത്ത് കൈറ്റിൻ. കൈറ്റിൻ കൊണ്ടുള്ള സെൽവാൾ ഇതിലാണ് കാണപ്പെടുന്നത് ഫംഗയിൽ. സെൽവാൾ വിത്ത് സെല്ലുലോസ്, സെല്ലുലോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്ലാന്റ്സിന് ഓർത്താൽ മതി. അപ്പോൾ സെൽവാൾ വിത്ത് സെല്ലുലോസ് ഈസ് ഇൻ പ്ലാന്റ്. ആബ്സെൻറ്റ്, സെൽവാൾ ആബ്സെൻ്റ് ആയിട്ടുള്ളത് ഏത് കിണ്ടത്തിലാണ്? ആനിമൽ കിണ്ടത്തിലാണ്. അപ്പോൾ അനിമേലിയ.
So next question. What are hyphae? Define cyanocytic hyphae. The body of fungus consists of long, slender, thread-like structures called hyphae. Some hyphae are continuous tubes filled with multinucleated cytoplasm. These are called the cyanocytic hyphae. ഈ ഫംഗസിൻ്റെ ബോഡി എങ്ങനെയെന്ന് വെച്ചാൽ വലിയതും സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, ത്രെഡ് നൂല് പോലുള്ള നേർത്ത നൂല് പോലുള്ള സ്ട്രക്ചറുമാണ് ഹൈഫേ ഫംഗസിൻ്റെ ബോഡി. അപ്പോൾ ഈ ലോങ്ങും സ്ലെൻഡർ ആയിട്ടുള്ള സ്ട്രക്ചറിനെ പറയുന്നതാണ് ഹൈഫേ എന്ന്. അപ്പോൾ ദി ബോഡി ഓഫ് ഫംഗസ് കൺസിസ്റ്റ് ഓഫ് ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ഹൈഫേ. ഈ ഹൈഫേയിൽ സയനോസൈറ്റിക് ഹൈഫേ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. സം ഹൈഫേ ആർ കണ്ടിന്യൂവസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടിന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. മൾട്ടിന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം ഫില്ല് ചെയ്ത കണ്ടിന്യൂവസ് ട്യൂബ്സ് ഉള്ള ഹൈഫേനെയാണ് പറയുന്നത് സയനോസൈറ്റിക് ഹൈഫേ. നെക്സ്റ്റ് 13th question. What are saprophytes? എന്താണ് saprophytes? Some organisms like fungi get nutrients by absorbing soluble organic matter from dead substrates. These organisms are called saprophytes. ചില ഓർഗാനിസംസ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാം, ഡെഡായതിന് ശേഷം അത് അലിഞ്ഞ് അതിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. ഇങ്ങനത്തെ ഓർഗാനിസംസിനെ പറയുന്നതാണ് ഈ സാപ്രോഫൈറ്റ്സ്. നെക്സ്റ്റ് 14th question. Mention 2 symbiotic association of fungus. ഫംഗസിൽ മറ്റ് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അതിലെ 2 എക്സാമ്പിൾസ് പറയാനാണ്. അപ്പോൾ ഫംഗസ് ലീവ് ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗെ ആസ് ലൈക്കൺസ്. ഫംഗസ് ലീവ് ഇൻ അസോസിയേഷൻ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആസ് എ മൈക്കോഹിസ. ഫംഗസ് അസോസിയേറ്റ് ആയിട്ട് ലീവ് ചെയ്യുന്ന ആൽഗേൻ്റെ ഒപ്പം ലൈക്കൺസ് ലീവ് ചെയ്യും. അപ്പോൾ ലൈക്കൺസ് ആണ് ഫംഗസ്, ആൽഗയുടെ ഒപ്പം ലൈക്കൺസ് ലീവ് ചെയ്യും. പിന്നെ ഹയർ റൂട്ട്സിൽ വലിയ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ കാണുന്ന മൈക്കോഹിസ ഇവിടെ ഫംഗസാണ്. അപ്പോൾ ആൽഗയിൽ ലൈക്കൺസും ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ മൈക്കോഹിസയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th. Points out the merits of 5 kingdom classification. 5 kingdom classificationൻ്റെ മെറിറ്റ്സ്. ആൻസർ: all unicellular prokaryotic organisms were grouped together under kingdom Monera, and unicellular eukaryotic organisms were placed in kingdom Protista. യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിനെ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് കിങ്ഡം മൊനീറയിലാണ്. എല്ലാ ഓർഗാനിസംസും അതിൽ വന്നിട്ടുണ്ട് അതിൽ. പിന്നെ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിനെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 കിണ്ടാക്കിയിട്ടുണ്ട് അതിന്. പിന്നെ ഫംഗൈ വർ പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് കിങ്ഡം. ഫംഗസിന് സെപ്പറേറ്റ് ആയിട്ടൊരു കിങ്ഡം പ്ലേസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് 16th question. Name a plant disease caused by virus. List some viral disease symptoms seen in plants. Mosaic disease in tobacco. മൊസൈക് ഡിസീസാണ് പ്ലാന്റ് ഡിസീസ്. വൈറസ് കോസ് ചെയ്യുന്ന പ്ലാന്റ് ഡിസീസാണ് മൊസൈക് ഡിസീസ് ഇൻ ടൊബാക്കോയിലുള്ള മൊസൈക് ഡിസീസ്. അപ്പോൾ സം സിംറ്റംസ്, വൈറൽ ഡിസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് മൊസൈക് ഫോർമേഷൻ, ലീഫ് റോളിങ് ആൻഡ് കേളിങ്, ചുരുള അങ്ങനെ അതാവാ, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിങ്, മഞ്ഞ കളറൊക്കെ വരിക. പിന്നെ ഡോർഫിങ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളരാതെ കുരടിച്ച് നിൽക്കുക. അങ്ങനെയാണ് ഫോർമേഷൻ്റെ വൈറസ് വരുന്നതിൻ്റെ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റുക. 17th question. Mention 2 demerits of 5 kingdom classification. 5 kingdom classificationൻ്റെ demerits, disadvantages. Answer: unicellular organisms and the multicellular ones are grouped together. Example: Chlamydomonas and Spirogyra were placed together. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസും മൾട്ടി ആയിട്ടുള്ള ഓർഗാനിസംസിനെയും ഒറ്റ ഗ്രൂപ്പിലാണ് ഗ്രൂപ്പ് ചെയ്തിരുന്നത്. അതിന് എക്സാമ്പിൾ, യൂണിസെല്ലുലാറിൻ്റെ എക്സാമ്പിളാണ് ക്ലെമിഡോമോണസ് ആൻഡ് മൾട്ടിസെല്ലുലാറിൻ്റെ എക്സാമ്പിളാണ് സ്പൈറോഗൈറ. ഇതിനെ രണ്ടിനെയും ഒറ്റ ഗ്രൂപ്പിലായിട്ടാണ് പ്ലേസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ്, വൈറസസ് ഡിഡ് നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ. 5 kingdom ക്ലാസിഫിക്കേഷനിൽ വൈറസിന് ഒരു പ്ലേസും ഉണ്ടായിരുന്നില്ല, വൈറസിനെ ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അതായിരുന്നു വേറൊരു ഡിമെറിറ്റ്.
Next question, 18th one. Identify A and B in the diagram. ഇതിൽ എ എന്ന് പറയുന്നത് നമുക്കറിയാം മൊസൈക്ക് ആണ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ് എ. പിന്നെ ബി എന്ന് പറയുന്നത് ബാക്ടീരിയോ ഫേജസ്. അപ്പോൾ എ ടൊബാക്കോ മൊസൈക്ക് വൈറസും ബി ബാക്ടീരിയോ ഫേജസും. 19th question, what is a capsid? Name its subunits, mention its functions. എന്താണ് ക്യാപ്സിഡ്, അതിൻ്റെ സബ് യൂണിറ്റ്സിൻ്റെ പേര്, പിന്നെ എന്താണ് അതിൻ്റെ ഫങ്ഷനും. The protein coat of virus is called capsid. It is made up of small subunits called capsomeres. It protects the nucleic acid of the virus. ഒരു പ്രോട്ടീൻ കോട്ട്, വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടിനെ പറയുന്നതാണ് ക്യാപ്സിഡ് എന്ന്. ഈ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ സബ് യൂണിറ്റ്സ് ഉണ്ട്. ഈ സബ് യൂണിറ്റ്സിനെ പറയുന്നതാണ് capsomeres. And the function of these capsid is to protect the nucleic acid of the virus. വൈറസിലെ ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് ക്യാപ്സിഡിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ ഫംഗി. ഫംഗിയിലെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെൻഷൻ ചെയ്യാൻ. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ആൻസർ, റീപ്രൊഡക്ഷൻ ഇൻ ഫംഗി ക്യാൻ ടേക്ക് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ്ലി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡിങ്. വെജിറ്റേറ്റീവ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫംഗിയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് 3 സ്റ്റേജിലൂടെയാണ്. ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡിങ്. 21th, assign the name of the scientist given below to their respective works. ഇവിടെ കുറച്ച് നെയിം തന്നിട്ടുണ്ട് സയൻറ്റിസ്റ്റുകളുടെ. അപ്പോൾ ഈ നെയിം വെച്ചിട്ട് അവരെ വർക്കിനോടുകൂടി മാച്ച് ചെയ്യാനാണ്, എടുത്തെഴുതാൻ. നെയിംസ് ഇതാണ്: MW ബേജറിംഗ്, പാസ്റ്റർ, ഇവനോസ്കി, WM സ്റ്റാൻലി. ഈ 4 സയൻറ്റിസ്റ്റിൻ്റെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വർക്കിനോട് അതെടുത്തെഴുതണം. അപ്പോൾ വർക്ക് നോക്കാം. A. Coined the name virus that means venom. B. Crystallized viruses. C. Named the infectious living fluid from tobacco as Contagium vivum fluidum. D. Recognized certain microbes as a casual organisms of the mosaic disease of tobacco. ഇതാണ് 4 വർക്ക്സുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സയൻറ്റിസ്റ്റിനെ മാച്ച് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് എ എന്ന് പറയുന്നത് എന്താണ്? നെയിം. വൈറസിന് നെയിം, വെനം മീനിങ് ഉള്ള നെയിം കൊടുത്തത് ആരാണ്? നമുക്കറിയാം പാസ്റ്ററാണ് നെയിം കൊടുത്തത് വൈറസിന്. ക്രിസ്റ്റലൈസ്ഡ് വൈറസ്. ബി. ക്രിസ്റ്റലൈസ്ഡ് വൈറസ്. വൈറസ് ക്രിസ്റ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞത് WM സ്റ്റാൻലി. സി. നെയിം ദി ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് ഫ്രം ടൊബാക്കോ ആസ് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം. അത് പറഞ്ഞേക്കുന്നത് MW ബേജറിംഗ് ആണ്. ഈ ബേജറിംഗ് എന്താണ് കണ്ടാജിയം വൈവം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത് എന്തിൽ കൂടെയാണ്? ഒരു ഫ്ലൂയിഡിനെ ഒരു ഇൻഫെക്റ്റഡ് പ്ലാന്റ്സിന് അതിൻ്റെ ഇതെടുത്തിട്ട് ഒരു ഹെൽത്തി പ്ലാന്റിന് കൊടുത്തു, ടൊബാക്കോയിൽ തന്നെ. അപ്പോൾ അതിന് സ്പ്രെഡായി. അപ്പോൾ ആണ് ബേജറിംഗ് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് വൈറസിനെ പറഞ്ഞത്. D. Recognized certain microbes as a casual organism of the mosaic disease of tobacco. ടൊബാക്കോയിലെ മൊസൈക് ഡിസീസിനെ കാഷ്വലിനെ ഓർഗാനിസത്തിനെ പറ്റി പറഞ്ഞത് ഇവനോസ്കിയാണ്. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ തീർന്നു. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. All organisms are classified into 5 kingdoms under 5 kingdom classification. എല്ലാ ഓർഗാനിസംസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 5 kingdom ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ. അപ്പോൾ അതിൽ ഹൂ പ്രപ്പോസ്ഡ് എ ക്വസ്റ്റ്യൻ ആണ്, സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എ ക്വസ്റ്റ്യൻ, ഹൂ പ്രപ്പോസ്ഡ് 5 kingdom ക്ലാസിഫിക്കേഷൻ. ആരാണ് 5 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? അപ്പോൾ ആൻസർ RH വിറ്റാഗർ പ്രപ്പോസ് ദി 5 kingdom ക്ലാസിഫിക്കേഷൻ. ബി. മെൻഷൻ ദി 5 kingdoms. അതിലെ 5 കിങ്ഡംസിനെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൊനീറ, പ്രൊട്ടീസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ ആൻഡ് അനിമേലിയ. അപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ്? മൊനീറ, പ്രൊട്ടീസ്റ്റ, ഫംഗൈ, അനിമേലിയ ആൻഡ് പ്ലാന്റൈ. നെക്സ്റ്റ്, വാട്ട് ആർ ദി മെയിൻ ക്രൈറ്റീരിയ ഫോർ ദിസ് ക്ലാസിഫിക്കേഷൻ? ഈ ക്ലാസിഫിക്കേഷന് മെയിൻ ക്രൈറ്റീരിയ എന്തായിരുന്നു?
Answer: cell structure, mode of nutrition, thallus organization, reproduction and phylogenetic relationship. അപ്പോൾ സെൽ സ്ട്രക്ചർ ബേസ് ചെയ്ത് ന്യൂട്രീഷൻ്റെ മോഡ്, അതുപോലെ ബോഡി ഓർഗനൈസേഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് മീൻസ് എവല്യൂഷണറി റിലേഷൻഷിപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23rd. Reproduction in fungi take place by both asexual and sexual method. ഫംഗയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സെക്ഷുവലും ഉണ്ട് സെക്ഷുവലും ഉണ്ട്. അതിലെ സെക്ഷുവൽ മെത്തേഡ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നെയിം 3 സെക്ഷുവൽ സ്പോർസ് സീൻ ഇൻ ഫംഗി. ഫംഗയിൽ കാണുന്ന 3 സെക്ഷുവൽ സ്പോർസാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: oospores, ascospores and basidiospores. oospores, ascospores and basidiospores. അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദി സ്റ്റേജ് ഓഫ് സെക്ഷൽ സൈക്കിൾ. സെക്ഷൽ സൈക്കിളിൻ്റെ സ്റ്റേജുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ 3 സ്റ്റേജ് ഉണ്ട് നമുക്കറിയാം. ദി സെക്ഷൽ സൈക്കിൾ ഇൻവോൾവ്സ് ദി ഫോളോയിങ് 3 സ്റ്റെപ്സ്. 3 സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസംസ് ബിറ്റ്വീൻ മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗാമീറ്റ്സ്. മോട്ടൈൽ നോൺ മോട്ടൈൽ എന്ന് പറയുമ്പോൾ മോട്ടൈൽ എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റുന്നതും നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റാത്തതുമായ ഗാമീറ്റ്സ്. അപ്പോൾ മോട്ടൈൽ ആൻഡ് നോൺ മോട്ടൈലാണ് ആ ഗാമീറ്റ്സിൻ്റെ ഫ്യൂഷൻ, പ്രോട്ടോപ്ലാസം ആയിട്ടുള്ള ഫ്യൂഷനാണ് ഈ പ്ലാസ്മോഗമിയിൽ നടക്കുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പാണ് കാരിയോഗമി. കാരിയോഗമിയിൽ ന്യൂക്ലിയയുടെ ഫ്യൂഷൻ നടക്കുന്നത്. അതിന് ശേഷമാണ് ഈ മിയോസിസ് നടക്കുന്നത്. മിയോസിസ് നടക്കുമ്പോഴാണ് സൈക്കോട്ട് എന്ത് റിസൾട്ട് ചെയ്യുന്നത്? ഹാപ്ലോയിഡ് സ്പോർസിനെ റിസൾട്ട് ചെയ്യുന്നത്. ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവുന്നത് ഇൻ മിയോസിസ്. സൈക്കോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ഹൗ എ ഡൈക്കാരിയോഫേസ് ഈസ് ഫോംഡ് വിത്തിൻ ഫംഗസ്. ഒരു ഫംഗസിൽ ഡൈക്കാരിയോഫേസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആൻസർ: when a fungus reproduce sexually, 2 haploid hyphae of compatile mating types come and fuse. Immediately fuse. In some fungi, the fusion of 2 haploid cells immediately results in diploid cells 2n. But in some fungi, the 2 haploid does not fuse and leading to a condition called a dikaryon, and this phase is called dikaryophase. ഫംഗസ് സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2 ഹാപ്ലോയിഡ് ഹൈഫേ, അതും സെയിം ഹാപ്ലോയിഡ്, 2 സെയിം നേച്ചറിലുള്ള ഹാപ്ലോയിഡ് ഹൈഫകൾ ഫ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ചില ഫംഗിയിൽ ഫ്യൂഷൻ ഓഫ് ഈ 2 ഹാപ്ലോയിഡ് സെൽസ് എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ടിൽ എന്ത് കിട്ടും? ഡൈപ്ലോയിഡ് സെൽസ് കിട്ടും, ഈ 2n ഫ്യൂഷൻ കാരണം. ചില ഫംഗിയിൽ എന്താണ് അപ്പം തന്നെ ഹാപ്ലോയിഡ് ഫ്യൂസ് ചെയ്യില്ല. അങ്ങനത്തെ കണ്ടീഷനെയാണ് നമ്മൾ ഡൈക്കാരിയോൺ അല്ലെങ്കിൽ ഡൈക്കാരിയോഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ: why viruses did not find a place in classification. ക്ലാസിഫിക്കേഷനിൽ വൈറസിന് പ്ലേസ് കിട്ടാഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന്. അപ്പോൾ ആൻസർ: സിൻസ് ദേ ആർ നോട്ട് കൺസിഡർഡ് ട്രൂലി ലിവിങ്. ബിക്കോസ് വൈറസിനെ ആദ്യമേ കുറച്ച് നാൾക്ക് മുന്നേ ട്രൂലി ലിവിങ് ആണെന്ന് കൺസിഡർ ചെയ്തിരുന്നില്ല. കാരണം they possess a non-cellular organization. They are inactive outside the body of a host. They can crystallize and precipitate, but they possess genetic material. They can grow and multiply when inside the host. They are obligate parasites and attack specific host. അപ്പോൾ വൈറസിൽ അത് നോൺ സെല്ലുലാർ ഓർഗനൈസേഷൻ ആയിരുന്നു, എന്ന് വെച്ചാൽ ജീവനില്ല എന്നുള്ള ഓർഗനൈസേഷൻ ആയിരുന്നു. കാരണം അത് ഒരു ഹോസ്റ്റിൻ്റെ ഔട്ട്സൈഡിലാണെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കില്ല. പക്ഷെ അതിന് ക്രിസ്റ്റലൈസ് ചെയ്ത് ആക്റ്റീവ് ആവാൻ പറ്റും. പിന്നെ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ് ഇൻഫെക്ഷ്യസ് അതിലുള്ളത്. അതിൽ ഈ ജനറ്റിക് മെറ്റീരിയലിന് ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വളരാനും ഗ്രോ ചെയ്യാനും അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും, ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ. പിന്നെ അത് ഒരു ഒബ്ലിഗേറ്റ് പാരസൈറ്റാണ്. സ്പെസിഫിക് ഹോസ്റ്റുകളെ അത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ വൈറസിന്
ഒരു ഹോസ്റ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് ഗ്രോ ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയാണ് അത് ലിവിങ് ആവുന്നത്. അല്ലെങ്കിൽ അത് നോൺ സെല്ലുലാർ ഓർഗനൈസേഷനാണ്. നമ്മൾ ഇന്നിവിടെ കവർ ചെയ്തത് 25 ക്വസ്റ്റ്യൻസാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന്. എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും നോട്ട് ചെയ്യുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് എക്സാമിൽ വരിക. അപ്പോൾ താങ്ക് യു.